ഹായ് എവ്രി വൺ, വെൽക്കം ടു മാസ്റ്റർ മൈൻഡ്. ഞാൻ റീമ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനകത്ത് നമുക്ക് കുറച്ച് ഇഡിയംസ് പഠിച്ചാലോ? ഇഡിയംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് ബൈഹാർട്ട് പഠിക്കുന്നവരുണ്ട്. ഓക്കെ, ഇന്ന ഇഡിയം അതിൻ്റെ മീനിങ് ഇതാണ് എന്ന് ബൈഹാർട്ട് പഠിക്കുന്നവരുണ്ട്, ചിലർ മനസ്സിലാക്കി പഠിക്കുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കുറച്ച് ഇഡിയംസ് നമുക്ക് ഇന്നൊന്ന് പഠിക്കാം. ഞാൻ ഓപ്ഷൻസ് ഒന്നും തരുന്നില്ല, ഇഡിയംസ് എടുക്കുന്നു, നമുക്കത് പഠിക്കുന്നു. ഓക്കെ, അപ്പോൾ പായോ. അതിന് മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, കാരണം നമുക്ക് കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കണ്ടോളൂ. അപ്പോൾ നമുക്ക് നോക്കാം. യെസ്, ഓക്കെ, ഒരു 3 ഞാൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, അതായത് താഴെ വീണ പാലിനെ കുറിച്ച് ഓർത്ത് നമ്മൾ വിഷമിക്കുന്നു, അല്ലെങ്കിൽ പിരിഞ്ഞു പോയ ഒരു പാലിനെ കുറിച്ച് നമ്മൾ വിഷമിക്കുന്നു. അതിൻ്റെ മീനിങ് എന്താണ്? അതായത് ഇപ്പോൾ പാല്, നമ്മളത് ലിറ്ററലായിട്ട് തന്നെ ആലോചിച്ചാലും മതി. ഇപ്പോൾ ഒരു ഗ്ലാസ് പാല് അറിയാണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീണു. അപ്പോൾ ഇനി നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമുണ്ടോ? ആ പാല് പോയി അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നടക്കുന്ന എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് നഷ്ടങ്ങളുണ്ടായ കാര്യങ്ങൾ, അത് ഇനി ആലോചിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല, പോയത് പോയി, ഇനി നമുക്ക് തിരിച്ച് കിട്ടത്തില്ല അല്ലേ? അപ്പോൾ അങ്ങനെ ക്രൈങ് ഓവർ ദി സ്പിൽഡ് മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലോ പോയി, ഇനി അതിൽ ഓർത്ത് കരഞ്ഞിട്ട് കാര്യമില്ല, നമ്മളത് തുടച്ച് നീറ്റാക്കുക എന്നേ ഉള്ളൂ. ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ലൈഫിൽ പാസ്റ്റിൽ ഉണ്ടായ ഒരു ഫെയിലിയർ അല്ലെങ്കിൽ ഒരു ലോസ്, അതിനെ ഓർത്ത് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല. ഓക്കെ, പാല് പോയി. അതേപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ആ ഒരു ഫെയിലിയർ നടന്നു, അതിനെ നമുക്കിനി റിക്കവർ ചെയ്തെടുക്കാൻ പറ്റില്ല. ഓക്കെ, അതാണ് ക്രൈങ് ഓവർ സ്പിൽഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വി ഹാവ് മീൻ ബിസിനസ്. മീൻ ബിസിനസ്. ഓക്കെ, മൈൻഡ് യുവർ ബിസിനസ് അത് വേറെ, അവനവൻ്റെ കാര്യം നോക്കുക എന്നുള്ളത്. മീൻ ബിസിനസ് എന്ന് പറഞ്ഞത്, മീൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിൻ്റെ പുറകെ തന്നെ വളരെ മീനായിട്ട് ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകെ തന്നെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് രാവിലെ എണീക്കുന്നതും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു, രാത്രി അത് ചെയ്യുന്നു, ഫുൾ ടൈം ത്രൂ ഔട്ട്, രാവിലെ തൊട്ട് രാത്രി വരെ ത്രൂ ഔട്ട് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട്. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റഡീസിൽ ഈ മീൻ ബിസിനസ്സാണ് ചെയ്യേണ്ടത് അല്ലേ? നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്, അപ്പോൾ ആ ടാർഗറ്റിൽ തന്നെ നമ്മൾ ത്രൂ ഔട്ട് ഫോക്കസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ അതിനെയാണ് മീൻ ബിസിനസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ഹാവ് ഐസിങ് ഓൺ ദ കേക്ക്. എന്തായിരിക്കും ഐസിങ് ഓൺ ദ കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? ഈ കേക്കിൽ ഇപ്പോൾ ഐസിങ് ഒക്കെ മാറി, ഇപ്പം വേറെ ഫ്രഷ് ക്രീമും ഒക്കെയാണ്, ചീസ് കേക്ക് വരെയൊക്കെ വന്ന് നിൽക്കുന്നു. അതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പക്ഷേ ഈ കേക്ക് സാധാ ഒരു കേക്കിൻ്റെ മുകളിൽ പണ്ടത്തെയൊക്കെ ഒരു സമയത്ത് ആദ്യം കേക്കാണ്, പിന്നെ ഐസിങ് ഷുഗർ വെച്ച് ആ ഐസിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റ് ആണല്ലോ അന്നൊക്കെ. ഇന്ന് ആ ഐസിങ് കേക്ക്സ് വളരെ കുറവാണ്, ഇന്ന് ഇല്ലെന്നല്ല, ബട്ട് ഉണ്ട്. അപ്പോൾ കേക്കിൻ്റെ മുകളിൽ ആ ചെറിയൊരു ഐസിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കതൊന്ന് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം നല്ലതായിട്ട് മാറുന്നതിനെയാണ് ഐസിങ് ഓൺ ദ കേക്ക് എന്ന് പറയുന്നത്. സംതിങ് ദാറ്റ് ടേൺസ് ഗുഡ് ഇൻ ടു ഗ്രേറ്റ്. അപ്പം കേക്കോ നല്ല സാധനമാണ്, അതിൻ്റെ കൂടെ ഒരു ഐസിങ്ങും കൂടെ വരുമ്പോഴത്തേക്കോ അടിപൊളി അല്ലേ? സോ അതാണ് ഐസിങ് ഓൺ ദ കേക്ക് എന്ന് പറഞ്ഞാൽ. സംതിങ് ദാറ്റ് ടേൺസ് ഗുഡ് ഇൻ ടു ഗ്രേറ്റ്. കുറച്ചുകൂടെയും മധുരം ഓക്കെ, അതിമധുരം എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നല്ലതല്ലേ? അപ്പം കുറച്ചുകൂടെ ഒരു കാര്യം നന്നായിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ ഐസിങ് ഓൺ ദ കേക്ക് എന്ന് പറയാം. ഇപ്പം സപ്പോസ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, ഇതിലൊരെണ്ണം എക്സാമിനും കൂടെ വന്നാലോ, ഇറ്റ്സ് ഐസിങ് ഓൺ ദ കേക്ക് അല്ലേ? നമ്മൾ പഠിച്ച സാധനം തന്നെ വരികയും ചെയ്തു, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുന്നതുകൊണ്ട് ഉപകാരവുമായി അല്ലേ? അതാണ് അതിൻ്റെ മീനിങ്. ലോക്ക് ആൻഡ് കീ എന്ന് പറഞ്ഞാൽ, ലോക്ക് ആൻഡ് കീ, നമ്മൾ കീ യൂസ് ചെയ്ത് ലോക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയായിരിക്കും? നമ്മളതിനെ സേഫായിട്ട് വെക്കാൻ വേണ്ടിയാണ് അല്ലേ? നമുക്ക് ഇപ്പോൾ നമ്മുടെ വീടുകളിൽ ലോക്കേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ ലോക്കേഴ്സിൽ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ഗോൾഡും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ലോക്കറിൽ വെക്കുന്നത്? എന്നിട്ട് കീ വെച്ച് നമ്മൾ ലോക്ക് ചെയ്യും. അതൊരു സേഫ് പൊസിഷനിലാണ് എന്നറിയാൻ അല്ലേ? അപ്പോൾ അത് വളരെ സേഫായിട്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. സോ അത് തന്നെയാണ് ലോക്ക് ആൻഡ് കീ എന്ന് പറഞ്ഞാൽ, ഒരു സേഫ്റ്റി അതിനെ കാണിക്കുന്നതാണ് ലോക്ക് ആൻഡ് കീ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ടേക്സ് 2 to tango. ഓക്കെ, ഇത് ഇടിയാണോ? ഇങ്ങനത്തെ സെയിങ്സ് ഒരുപാടുണ്ട്. ഇറ്റ് ടേക്സ് 2 to tango. അപ്പോൾ ഈ ടാങ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാങ്കോ ഡാൻസ് ആണ്. ഓക്കെ,
ലെഗ്സ് വെച്ചിട്ടുള്ള ഒരു ഡാൻസ് ഫോമാണ്. അപ്പോൾ അതിനകത്ത് 2 പേരാണുള്ളത്. ചുമ്മാ നിങ്ങൾ ഗൂഗിളിൽ കയറി നോക്കിയാൽ അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ടാങ്കോ ഒരു ഡാൻസ് ഫോം തന്നെയാണ്. അതിനകത്ത് 2 പേര് ലെഗ്സ് വെച്ചാണ് അവരുടെ മാക്സിമം മൂവ്മെൻറ്റ്സ് ചെയ്യുന്നത്. ആ ഡാൻസ് മൂവ്മെൻറ്റ്സ് മുഴുവൻ ലെഗ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇറ്റ് ടേക്സ് 2 to tango എന്ന് പറഞ്ഞാൽ ഒരു വഴക്കുണ്ടാകുമ്പോൾ, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോഴത്തേക്കും അതിൽ 2 പേരും കുറ്റക്കാരാണ്. ഓക്കെ, ഈ ടാങ്കോയ്ക്കകത്ത് 2 പേര് വേണം. എന്നിട്ട് 2 പേരുടെയും ലെഗ് മൂവ്മെൻറ്റ്സ് വെച്ചാണ് അത് പ്രോപ്പറായിട്ട് ഒരു ഡാൻസ് ഫോം ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇറ്റ് ടേക്സ് 2 to tango എന്ന് പറഞ്ഞാൽ അടിയുണ്ടാക്കുന്ന 2 പേര്, ആ 2 പേരുടെ ഭാഗത്തും തെറ്റുണ്ട്. അതാണ് ഇറ്റ് ടേക്സ് 2 at tango എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ഹാവ് ലാറ്റിൻ ആൻഡ് ഗ്രീക്ക്. ഇപ്പം ഞാൻ പറയാം, ഹീസ് ടോക്കിംഗ് ലാറ്റിൻ ആൻഡ് ഗ്രീക്ക്. ലാറ്റിൻ നിങ്ങൾക്ക് അറിയാവോ? ഇല്ല. ഗ്രീക്ക് നിങ്ങൾക്ക് അറിയാവോ? അതും അറിയത്തില്ല. അപ്പോൾ മനസ്സിലാവാത്ത എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെന്താ പറയുന്നത്? ലാറ്റിൻ ആൻഡ് ഗ്രീക്ക്. ഓക്കെ, അപ്പോൾ ലാറ്റിനും നമുക്കറിയത്തില്ല, ഗ്രീക്കും അറിയത്തില്ല. ഇനി ഈ ലൈവ് കാണുന്നവർക്ക് ആർക്കെങ്കിലും അല്ലെങ്കിൽ ഈ സെഷൻ കാണുന്ന ആർക്കെങ്കിലും ലാറ്റിനോ അല്ലെങ്കിൽ ഗ്രീക്കോ അങ്ങനെ എന്തെങ്കിലും അറിയാമെങ്കിൽ നമ്മുടെ ഈ മീനിങ് ശരിയാവില്ല. പക്ഷെ പൊതുവേ ഒരാൾക്ക് ലാറ്റിനും അറിയത്തില്ല, ഗ്രീക്കും അറിയത്തില്ല. അവിടെയുള്ള ആളുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ മനസ്സിലാവാത്ത ഒരു കാര്യം വരുമ്പോഴാണ് നമ്മൾ ഹീസ് ടോക്കിംഗ് ലാറ്റിൻ ആൻഡ് ഗ്രീക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ. അതറിയാമല്ലോ, ബ്ലൂ മൂൺ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബ്ലൂ മൂൺ അല്ലേ? മേ ബി 200 years 2000 years അല്ലേ? ഇന്നാളിതുപോലെ തന്നെ ഓറഞ്ച് മൂൺ അങ്ങനെ എന്തോ ഇല്ലായിരുന്നു. അപ്പോൾ അത് വല്ല കാലത്ത് സംഭവിക്കുന്ന, വളരെ റെയറായിട്ട് സംഭവിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലൂ മൂൺ എന്നൊക്കെ പറയുന്നത് വളരെ റെയറാണ്. എത്രയോ സെഞ്ച്വറീസ് കൂടുമ്പോഴാണ് ബ്ലൂ മൂൺ വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് വളരെ റെയർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ്. ഇനി നിങ്ങൾ ചോദിക്കും, മിസ്സേ നമ്മൾ ഇത് എന്തോരം ഇരുന്ന് പഠിക്കും? എന്തോരം പഠിക്കുന്നു വെച്ചാൽ പറ്റാവുന്ന അത്രയും പഠിക്കുക. കാരണം ഇത്രയും മാത്രം പഠിച്ചാൽ മതി, ഇതിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് ഇഡിയംസ് ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എവിടെ നിന്ന് വേണേലും വരാം. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ കുറേ നോക്കാവുന്നതെല്ലാം നോക്കുക. ബൈഹാർട്ട് പഠിക്കാണ്ട് ഇതുപോലെ രസകരമായിട്ട് എന്തെങ്കിലും വെച്ച് റിലേറ്റ് ചെയ്യുക. ചിലതിൽ കഥകളുണ്ട്, ചിലതിനകത്ത് ചുമ്മാ നമുക്ക് ഒന്ന് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കി പഠിച്ചാൽ മതി. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. പിന്നെ ഭാഗ്യം കൂടെ വേണം, നമ്മൾ പഠിച്ച സാധനം തന്നെ വരികയും വേണം അല്ലേ? ഓക്കെ, നെക്സ്റ്റ് മോർ ഓർ ലെസ്. മോർ ഓർ ലെസ് എന്ന് വെച്ചാൽ ഏകദേശം, സിമിലർ എന്നുള്ളൊരു മീനിങ് ആണ്. മോർ ഓർ ലെസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ്, അപ്രോക്സിമേറ്റ്ലി, സെയിം ആണ്, സിമിലർ ആണ് എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ്. മംബോ ജംബോ. മംബോ ജംബോ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ പറയുന്നുണ്ട് അല്ലേ? ഒന്നും മനസ്സിലാകുന്നില്ല. അതായത് പൊട്ടത്തരം. ഈ മംബോ ജംബോ ബ്ലബ്ലാ അങ്ങനെയൊക്കെ നമ്മൾ ഇടയ്ക്ക് പറയില്ല. അപ്പം നമുക്കൊന്നും മനസ്സിലാകത്തില്ലല്ലോ. അപ്പം അങ്ങനെ മനസ്സിലാവാത്ത മീനിങ്ലെസ് ആയിട്ടുള്ള കാര്യത്തിനെയാണ് നോൺസെൻസ്, സ്റ്റുപ്പിഡിറ്റി, അങ്ങനത്തെ മീനിങ്ലെസ് ആയ കാര്യം പറയുന്നതിനെയാണ് മംബോ ജംബോ എന്ന് പറയുന്നത്. ദെൻ മംസ് ദ വേർഡ്. ഓക്കെ, മംസ് ദ വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മിണ്ടാതിരിക്കുക. അതായത് ഈ അമ്മമാരെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സഹി ഇട്ട് കഴിയുമ്പോൾ എന്താണ്, അവർ പിന്നെ മിണ്ടത്തില്ല. അമ്മയുടെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചാൽ അമ്മ മിണ്ടത്തില്ല. അപ്പം അങ്ങനെ കാരണം സഹി ഇട്ടിട്ടാണ്. ഓക്കെ, അപ്പം മംസ് ദ വേർഡ് എന്ന് പറഞ്ഞാൽ അമ്മയുടെ വാക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്നും മിണ്ടാതിരിക്കും അല്ലേ? ടു സേ നത്തിങ്, അതാണ് മംസ് ദ വേർഡ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്താൽ മതി. നാരോ മൈൻഡഡ്, ഇടുങ്ങിയ ചിന്താഗതി അല്ലേ? അവർക്ക് എല്ലാ കാര്യം ചിലപ്പം ഇന്നൊക്കെ ഒരുപാട് ആളുകൾ മാറിയിട്ടുണ്ട്, ഭയങ്കര ലിബറൽ ആയിട്ടുള്ള ഒത്തിരി പേരുണ്ട്. പക്ഷെ ചിലരിങ്ങനെ ഇടുങ്ങിയ ചിന്താഗതിക്കാരുണ്ട്. അതിനെയാണ് നമ്മൾ നാരോ മൈൻഡഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ബാക്കിയുള്ള ഒരാൾ എന്തെങ്കിലും പറയുന്നത് കേട്ടുമ്പോൾ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇന്നിപ്പം എന്താ പറയുക, പണ്ടൊക്കെ ആയിരുന്നു സ്ലീവ്ലെസ് ഇട്ട് കഴിഞ്ഞാൽ, സ്ലീവ്ലെസ് ടോപ്പ് ഇട്ട് കഴിഞ്ഞാൽ അത് പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ മടിയാണ്, നാരോ മൈൻഡഡ്. ഇന്നും അങ്ങനത്തെ കൺസേർവ്ഡ് ആയിട്ടുള്ള ട്രഡീഷണൽ ഫാമിലീസ് ഉണ്ട്, ഇല്ല എന്നല്ല, ബട്ട് സ്റ്റിൽ കുറേ ആളുകളുടെ ചിന്താഗതി മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇടുങ്ങിയ ചിന്താഗതി എന്നുള്ളതാണ് നാരോ മൈൻഡഡ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് മേക്ക് നോ ബോൺസ് അബൌട്ട്. ഓക്കെ, നോ ബോൺസ് അബൌട്ട് എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ മേക്ക് ഷുവർ ചെയ്യാണ്. നോ ബോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു അതായത് ഒരു ക്ലൂ കൊടുക്കാൻ, ഒരു ഹിൻഡ് കൊടുക്കാനായിട്ട് ഒരു എല്ല് പോലും അവശേഷിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ മറ്റേ ദൃശ്യ മൂവിക്കകത്ത് എന്നതാണ് കാണിച്ചത് അല്ലേ, പാർട്ട് 2-നകത്തൊക്കെ കാണിച്ചത്, മീൻസ് മൊത്തത്തിൽ ആ ക്ലൂ തന്നെ അങ്ങ് കുഴിച്ചു മൂടി, അത് ലൊക്കേഷൻ മാറി, ഇതൊക്കെ അറിയാം. അപ്പം
ഒരു കാരണവശാലും പിടിക്കപ്പെടാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ക്ലൂ ഇല്ലാണ്ട് ഒരു ഡൗട്ടും ഇല്ലാത്ത രീതിയിൽ അതങ്ങ് മറയ്ക്കുക. അപ്പോൾ അതിനെയാണ് മേക്ക് നോ ബോൺസ് അബൌട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഒരു ഡൗട്ടും ഇല്ലാത്ത രീതിയിൽ അതിനെ അങ്ങ് മൂടുക, മറയ്ക്കുക എന്നാണ്. മെത്തേഡ് ടു മൈ മാഡ്നസ്. മെത്തേഡ് ടു മൈ മാഡ്നസ് എന്ന് പറഞ്ഞാൽ മാഡ്നസ് സ്ട്രേഞ്ച് ആയിട്ട് അല്ലെങ്കിൽ ക്രേസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ മെത്തേഡ് ടു മൈ മാഡ്നസ് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ചെയ്യുന്നത് പൊട്ടത്തരമായിരിക്കും. അത് മറ്റുള്ള ആൾക്ക് കാണുമ്പോഴത്തേക്കും ഇതെന്താ ഇവരിങ്ങനെ ചെയ്തത് അല്ലേ, മീനിങ്ലെസ് ആയിട്ട് മറ്റുള്ളവർക്ക് തോന്നും. പക്ഷേ അത് എൻ്റെ പൊട്ടത്തരത്തിന് തോന്നിയൊരു കാര്യമാണെങ്കിലും ചിലപ്പോൾ അത് നല്ലതിനായിരിക്കും. മനസ്സിലായോ? സോ സ്ട്രേഞ്ച് ഓർ ക്രേസി ആക്ഷൻസ് ദാറ്റ് അപ്പിയർ മീനിങ്ലെസ് ബട്ട് ഇൻ ദ ഡൺ ഫോർ ഗുഡ് റീസൺ. ഓക്കെ, അത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയായിരിക്കും ചെയ്യുന്നത്, പക്ഷെ പെട്ടെന്ന് ഒരാൾ കാണുമ്പോഴത്തേക്കും അതൊരു പൊട്ടത്തരമായിട്ട് അങ്ങനെ തോന്നും എന്നുള്ളതാണ് മെത്തേഡ് ടു മൈ മാഡ്നസ് എന്ന് പറഞ്ഞാൽ. ദെൻ മൈറ്റ് ആൻഡ് മെയിൻ. മൈറ്റ് എല്ലാ നമ്മുടെ എനർജിയോടുകൂടി നമ്മൾ വളരെ ആക്റ്റീവായിട്ട് എനർജറ്റിക് ആയിട്ട് എന്തൂസിയാസത്തോടു കൂടി എന്നുള്ളതാണ് മൈറ്റ് ആൻഡ് മെയിൻ. നമ്മുടെ എല്ലാവിധ എനർജിയോടുകൂടി നമ്മളൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നു. മൈറ്റ് അത്രയ്ക്ക് നമ്മുടെ എനർജി ഉപയോഗിച്ച് നമ്മളൊരു കാര്യത്തിൽ അതിനകത്ത് ഇൻവോൾവ് ആവുന്നു എന്ന മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സേ ഒരു 5 or 10 നിങ്ങൾക്ക് ഒരു ദിവസം സുഖമായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അങ്ങനെ ഒരു റെഗുലർ ബേസിസിലൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഇപ്പോൾ ഒരു ദിവസം സമയം കിട്ടിയില്ല, എന്നാൽ ഒരാഴ്ച നോക്കിയാലും മതി. ഒരാഴ്ചയിൽ ഇപ്പോൾ വീക്കെൻഡ് ആണെങ്കിൽ 10 ഒരു 20 എണ്ണം പഠിച്ചാൽ തന്നെ 20 or 30 നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ബൈ ഹാർട്ട് പഠിക്കേണ്ട, മനസ്സിലാക്കി പഠിക്കുക. ചിലതിൽ സ്റ്റോറീസ് കാണും, സ്റ്റോറീസ് ഉള്ളത് സ്റ്റോറീസ് നോക്കുക, അല്ലെങ്കിൽ എളുപ്പമുള്ളതൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ പഠിക്കുക. അപ്പോൾ അങ്ങനെ നമ്മളൊരു 30 എണ്ണം ഒരാഴ്ച പഠിച്ചത് കഴിഞ്ഞാൽ ഒരു മാസം എന്ന് വരുമ്പോൾ തന്നെ 120 ആയി അല്ലേ. അപ്പോൾ നമ്മളൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു 3 മാസം തന്നെ പഠിച്ചു കഴിയുമ്പോൾ തന്നെ 300 സംതിങ് ആവും അല്ലേ. അപ്പോൾ അതിൻ്റെ നമ്പർ കൂട്ടാമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ഏകദേശം ഒരു 300-500 idioms നിങ്ങൾക്ക് തന്നെ പഠിക്കാൻ പറ്റും. അപ്പോൾ അത് വൺസ് രജിസ്റ്റേർഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളൊരു ബുക്കിലോ വല്ലതും നോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ ഏത് എക്സാംസിനും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. അടുത്തത് ഫീൽഡ് ഡേ. ഫീൽഡ് ഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കൂളിൽ നിന്ന് ഇന്ന് ഫീൽഡ് ട്രിപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഔട്ടിങ്, ഒരു പിക്നിക് എന്നുള്ളതാണ് അല്ലേ. ഇപ്പോഴത്തെ പല സ്കൂൾസിലും കുട്ടികളെ ഫീൽഡ് ട്രിപ്പിന് കൊണ്ടുപോകാറുണ്ട്. പലരും ഇപ്പം ഒരു എന്താ പറയുക, ഒരു ഫയർ എഞ്ചിൻ്റെ ഒരു സ്റ്റേഷൻ, ഒരു ഫയർ സ്റ്റേഷൻ ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷൻ ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ കൊണ്ടുപോയിട്ട് അവർക്ക് ഒരു ലൈവ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആണ് അവിടെ നിന്ന് കിട്ടുന്നത്. സോ അങ്ങനെ ഒരു ഫീൽഡ് ഡേ എന്ന് പറയുന്ന ഒരു ഫീൽഡ് ട്രിപ്പ് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ്. കാരണം നമുക്ക് കുറേ അങ്ങ് എക്സ്പ്ലോർ ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു എൻജോയബിൾ ഡേക്കാണ് ഫീൽഡ് ഡേ എന്ന് പറയുന്നത്. 50-50 ചാൻസ് ഈക്വലാണ്. ഇപ്പം 50-50 ചാൻസ് ആണ്. ഈ എക്സാം പാസ്സാവുമോ? ചിലപ്പോൾ ജയിക്കാം, ചിലപ്പോൾ തോക്കാം. അപ്പോൾ 2 ഈക്വലായിട്ട് ഉള്ള പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. യെസ് ഓർ നോ, അതാണ് 50-50. ദെൻ ഫൈൻഡിങ് യോർ ഫീറ്റ്. ഓക്കെ, ഫൈൻഡിങ് യോർ ഫീറ്റ്. യോർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാല് എവിടെ എന്ന് നമ്മൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫീറ്റ് എവിടെയാണ് നമ്മൾ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യം, അത് നമ്മൾ എന്ത് കാര്യത്തിൽ ചെയ്തു കഴിഞ്ഞാലും അത് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഇപ്പം കുറച്ച് നാൾ മുന്നേ വരെ ഓക്കെ ഒരു 9 to 5 ജോബ് അതാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞ് അങ്ങനെ കരുതുന്നവരുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, പഠിച്ച് നമ്മളൊരു ഗവൺമെൻറ് ജോലി മേടിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ എന്നൊക്കെ ഒരു ഇതുണ്ട്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയാണോ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് എന്തോരം വേസ് ആണ് അല്ലേ. മണി ഉണ്ടാക്കാനാണെങ്കിലും ഒരുപാട് പേര് ഏർണിങ്സ് എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത് പല രീതിയിൽ. ഇപ്പോൾ തന്നെ ബെസ്റ്റ് എക്സാമ്പിളാണ് യൂട്യൂബിലെ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ് അല്ലേ. കുറേ പേരുണ്ട്, പലരും പല കാര്യങ്ങളും, ഇപ്പം റെസിൻ ആർട്ട് ചെയ്യുന്നവരുണ്ട്, ഹോം ബേക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അവനവൻ എന്താണോ ഇഷ്ടം അതിൽ തന്നെ നമ്മൾ നില ഉറപ്പിക്കുക എന്നാണ്. അതാണ് ഫൈൻഡിങ് യോർ ഫീറ്റ് എന്ന് പറയുന്നത്. നമുക്ക് കംഫർട്ടബിളായിട്ട് നമ്മൾ എൻജോയ് ചെയ്യുന്നൊരു കാര്യം, നമ്മൾ ചിലപ്പോൾ പഠിച്ച കാര്യം ആയിരിക്കില്ല, നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യത്തിൽ നമ്മൾ എക്സൽ ചെയ്യുന്നതിനെയാണ് ഫൈൻഡിങ് യോർ ഫീറ്റ് എന്ന് പറയുന്നത്. ദെൻ ഫിംഗർ ലിക്കിംഗ് ഗുഡ്. ഓക്കെ, ഫിംഗർ ലിക്കിംഗ് ഗുഡ്
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫിംഗർ ലിക്കിംഗ് ഗുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളത് തന്നെയാണ് ഫിംഗർ ലിക്കിംഗ് ഗുഡ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ ഈ ചിപ്സും ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അവസാനം കയ്യിലായിട്ടുള്ളത് അതും കൂടെ നക്കും. അതെന്തുകൊണ്ട്? അത് ഭയങ്കര ടേസ്റ്റി ആയതുകൊണ്ട്, ഭയങ്കര എൻജോയബിൾ ആയതുകൊണ്ട്, അല്ലേ, ഭയങ്കര യമ്മി ആയതുകൊണ്ടാണ്. അതാണ് ഫിംഗർ ലിക്കിംഗ് ഗുഡ്. അത്രയ്ക്ക് ടേസ്റ്റാണ് എന്നുള്ളൊരു മീനിങ് ആണ്, അത്രയും ഗുഡ് ആണ് എന്ന മീനിങ് ആണ്. അടുത്ത നമുക്ക് നോക്കാം, ഓൾ ബാർക്ക് ആൻഡ് നോ ബൈറ്റ്. ഓക്കെ, ചില വീടുകളിൽ ചെന്ന് കഴിയുമ്പം അവിടുത്തെ ഡോഗിനെ കാണുമ്പോഴത്തേക്കും ഭയങ്കര കുരയായിരിക്കും, പക്ഷേ അത് കടിക്കത്തില്ല. ഓക്കെ, അതായത് നമ്മുടെ ലൈഫിലും ചിലരുണ്ട്, നമ്മൾ പറയും കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല, അത് തന്നെ ആ സെയിം സാധനം. അതായത് ചില ആളുകൾ അത് ലൈഫിലോട്ട് വരുമ്പോഴത്തേക്കും ഒരുപാട് നമ്മളെ ത്രട്ടൺ ചെയ്യും. ഇതിന് ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യും, മറ്റു ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ത്രട്ടൺ ചെയ്യും. അല്ലെങ്കിൽ അവർ ഭയങ്കര എഗ്രസീവ് ആയിരിക്കും, പക്ഷേ റിയാലിറ്റിയിൽ അവരൊന്നും ചെയ്യത്തില്ല. അവർ പറച്ചിൽ മാത്രമേ ഉള്ളൂ. റിയാലിറ്റിയിൽ അവരൊരു അടി ഉണ്ടാക്കുന്നൊന്നുമില്ല. പക്ഷേ ഭയങ്കരമായിട്ടുള്ള അത് കേട്ട് കഴിയുമ്പോൾ നമ്മളങ്ങ് പേടിച്ചു പോകും. അതുപോലെ അവർ ചിലപ്പോൾ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതാണ് കടിക്കുന്ന പട്ടി കുരയ്ക്കില്ല എന്നുള്ളതാണ് ഓൾ ബാർക്ക് ആൻഡ് നോ ബൈറ്റ്. ഫുള്ള് കുരച്ചുകൊണ്ടിരിക്കും, പക്ഷേ ബൈറ്റ് ചെയ്യത്തില്ല എന്നുള്ളൊരു മീനിങ് ആണ്. അതായത് അങ്ങനെ ഉപദ്രവിക്കത്തില്ല, പക്ഷേ ഫുൾ രീതിയിൽ നമ്മൾ ദ്രോഹിക്കാവുന്ന രീതിയിൽ മെൻ്റലി ഒക്കെ നമ്മൾ ദ്രോഹിക്കും, പക്ഷേ ഒരു കാര്യത്തോട് അടുക്കുമ്പോഴത്തേക്കും പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക കേട്ടോ. അടുത്ത് ഓൾ ഗ്രീക്ക് ടു മീ. നമ്മൾ നേരത്തെ പറഞ്ഞ ലാറ്റിൻ ആൻഡ് ഗ്രീക്ക്, അല്ലെ, ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ തന്നെയാണ്. ഓൾ ഗ്രീക്ക് ടു മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഗ്രീക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് എൻ്റെ കയ്യിലൊരു ബുക്ക് വന്നിട്ട് ഇത് വായിക്കാൻ പറയുമ്പോഴത്തേക്ക് ഞാൻ പറയും ഇറ്റ്സ് ഓൾ ഗ്രീക്ക് ടു മീ. എനിക്കിത് വായിക്കാനോ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഓൾ ഗ്രീക്ക് ടു മീ എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി മീനിങ്ലെസ് ആണ്. വായിക്കാനും എഴുതാനും ഒന്നും അറിയാത്ത ഒരവസ്ഥയാണ് ഓൾ ഗ്രീക്ക് ടു മീ. ആപ്പിൾ ടു മൈ ഐ, ആപ്പിൾ ഓഫ് ദി ഐ, ആപ്പിൾ ടു മൈ ഐ എന്ന് പറഞ്ഞാൽ കണ്ണിലെ എന്താണ്, കണ്ണിലുണ്ണി എന്നൊക്കെ പറയത്തില്ല. അതുപോലെ ഐയുടെ ആപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ടവൻ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവൾ എന്നാണ് ആപ്പിൾ. അതായത് നമുക്ക് ഒരു ആപ്പിൾ കാണുന്നത് ഇന്നത്തെ ഇതല്ല, പക്ഷേ പണ്ടെന്നൊക്കെ ഒരു ആപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടാനും ഒക്കെ അന്നത്തെ കാലത്ത് ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പം ഒരു ആപ്പിൾ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ ഐയുടെ ആപ്പിൾ എന്ന് പറയുന്നത് അത്രയ്ക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് എന്നൊരു മീനിങ് ആണ്. ഫെയർ ആൻഡ് വൈഡ്, എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. അത് ഫെയർ ആയിരിക്കും, എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുക. ഇപ്പോൾ ഒരു ഫേം ആണെങ്കിൽ ഇത്ര പേർക്ക് ഇങ്ങനത്തെ ഒരു റൂൾ, ഇത്ര പേർക്ക് വേറൊരു റൂൾ, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഒരേപോലത്തെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് സെറ്റ്. എ പെന്നി സേവ്ഡ് ഇസ് എ പെന്നി ഏൺഡ്. ഓക്കെ, എ പെന്നി സേവ്ഡ് ഇസ് എ പെന്നി ഏൺഡ്. അതായത് ₹1 എങ്കിൽ ₹1 നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയാൽ അതാണ് നമ്മുടെ സേവിങ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറയും, ഇപ്പോൾ ഒരു 20,000 സാലറി കിട്ടുന്ന ഒരാൾക്ക് നമ്മൾ പറയും അയ്യോ സാലറി വന്നു ഒരാഴ്ച കൊണ്ട് ഫുള്ള് തീർന്നു. പക്ഷേ നമുക്ക് അതിൽ നിന്ന് ഒരു ₹500 മാറ്റി വെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ മന്ത് എൻഡ് ആയി കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ആ 500 വെച്ചിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഫോൺ റീചാർജ് ചെയ്യുന്നോ അല്ലെങ്കിൽ ബൈക്കിന് പെട്രോൾ അടിക്കുന്നതോ ഒക്കെ. അപ്പം ₹1 ഉള്ളൂ എങ്കിലും ആ സേവിങ്സ് തന്നെയാണ്. പിന്നീടാണെങ്കിലും നമുക്കത് ഫ്യൂച്ചറിലേക്ക് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ചെറുതാണെങ്കിലും അതൊരു സേവിങ് തന്നെയാണ് എന്ന മീനിങ് ആണ് കേട്ടോ. എ പെന്നി സേവ്ഡ് ഇസ് എ പെന്നി ഏൺഡ്. എ പിക്ചർ പെയിൻറ്റ്സ് 1,000 വേർഡ്സ്. അല്ലേ, ഞാനിപ്പം നിങ്ങളുടെ അടുത്ത് കുറേ കാര്യങ്ങൾ പറയാം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ പറയാണ്. ഞാനിപ്പം ഇവിടെ ഒരു ഹിസ്റ്ററി ക്ലാസ് എടുക്കാമെന്ന് വിചാരിക്കും, ഞാൻ താജ്മഹലിനെ കുറിച്ച് പറയാം, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്രയും പറയുന്നതിന് പകരം ആ താജ്മഹലിൻ്റെ പിക്ചർ ഞാൻ കാണിക്കുക. അപ്പോൾ ഞാൻ ഇത്രയും പറയുന്നതിനെക്കാട്ടിലും ആ ഒരൊറ്റ പിക്ചർ, ആ ഒരു വിഷ്വലായിട്ടുള്ളൊരു റെപ്രസെൻറ്റേഷൻ മാത്രം മതി നിങ്ങൾക്ക് ഫുള്ള് മനസ്സിലാവും. ഇതാണല്ലേ താജ്മഹൽ അല്ലേ. ഇനി അതിനേക്കാളിലും നന്നായിട്ട് മനസ്സിലാവണമെങ്കിൽ നേരിട്ട് പോയി കണ്ടാൽ മതി, അത് വേറെ. പക്ഷെ ഇവിടെ പിക്ചർ പെയിൻറ്റ്സ് 1,000 വേർഡ്സ്. നമ്മളൊരു 1000 വേർഡ്സിൽ പറയുന്ന കാര്യങ്ങൾ ഒരൊറ്റ പിക്ചറിൽ കൺവേ ആകും എന്നതാണ്. ഓക്കെ, എ പീസ് ഓഫ് കേക്ക്. ഒരു പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് നമുക്കിപ്പം ഒന്ന് ടേസ്റ്റ് ചെയ്യണം. ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരു പീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. വേറെ ഇപ്പം നമുക്ക് അല്ലെങ്കിൽ നമ്മളിപ്പോൾ കോളേജിലോട്ട് പോവാണ്, അപ്പോൾ ഫ്രണ്ട്സിനൊന്ന് കൊടുക്കണമെങ്കിൽ നമ്മൾ ഒരു പീസായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കൊണ്ടുപോകാനും നമുക്ക് എളുപ്പമാണ് അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം
നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ടാണ് നമ്മൾ പീസ് ഓഫ് കേക്ക് എന്ന് പറയുന്നത്. ഒരു കേക്ക് മൊത്തത്തിൽ ഇന്നിപ്പോൾ കോളേജിൽ കൊണ്ടുപോകണം, പീസ് ഓഫ് കേക്ക്, പീസ് ഓഫ് കേക്ക് അല്ല, ഒരു കേക്ക് ഫുള്ള് ഇപ്പോൾ 1 kg കേക്ക് അത് കോളേജിൽ കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ എന്തോരം പാടായിരിക്കും അല്ലേ. നേരെ മറിച്ച് ഞാനതിനെ പീസാക്കിയിട്ട് ഞാനൊരു ബോക്സിലാക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെയും എളുപ്പമായി, അത് വീഴാതെയൊക്കെ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായി. അതാണ് പീസ് ഓഫ് കേക്ക്. കുറച്ചുകൂടെയും ഈസി ആയിട്ട് നമുക്ക് ആ ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ ലാസ്റ്റ് വൺ, സ്ലാപ്പ് ഓൺ ദ റിസ്റ്റ് അല്ലേ. ചെറിയൊരു കുഞ്ഞടി നമ്മൾ റിസ്റ്റിൽ ഇങ്ങനെ തട്ടുക എന്ന് പറഞ്ഞാൽ ഒരു മൈൽഡ് പണിഷ്മെൻറ്റിനെയാണ് സ്ലാപ്പ് ഓൺ ദ റിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ചില പേരൻസൊക്കെ ഭയങ്കര ഇതായിട്ട് നന്നായിട്ട് അവർ സ്കോൾഡ് ചെയ്യുന്നവരുണ്ട്, വടിയെടുത്തും അങ്ങനെയൊക്കെ. ഇതങ്ങനെയല്ല, ചെറുതായിട്ടൊന്ന് തട്ടുന്നതിനെയാണ് സ്ലാപ്പ് ഓൺ ദ റിസ്റ്റ്. ഈ റിസ്റ്റിൽ ഒരു കുഞ്ഞ് തട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു പണിഷ്മെൻ്റ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അങ്ങനത്തെ കുഞ്ഞ് പണിഷ്മെൻറ്റ്, മൈൽഡ് പണിഷ്മെൻറ്റിനെയാണ് നമ്മൾ സ്ലാപ്പ് ഓൺ ദ റിസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ഈ ഇഡിയംസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനിയും നമുക്ക് ഇതുപോലത്തെ ഇഡിയംസ് നമുക്ക് വീണ്ടും അപ്കമിങ് ക്ലാസ്സസിൽ നമുക്ക് കാണാം. വൊക്കാബ്സിൻ്റെ ഒരുപാട് സെഷൻസ് വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അതിന് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുമ്പം അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുതിയ ബാച്ചസ് അപ്കമിങ് ആണ്, ജോയിൻ ചെയ്യുക. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്.